ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് പനീർ, തക്കാളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു പിടി കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തിയത്, മല്ലിയില ചോപ്പ് ചെയ്തത്. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മുടെ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് പനീർ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഉപ്പും മുളക് പൊടിയും ചേർക്കായിരുന്നു. ഞാൻ ചേർത്തില്ല, എനിക്കത് അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. എന്നിട്ട് നമുക്കതിൽ ആ പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ബട്ടർ ഇട്ട് അതിലേക്ക് ഇഞ്ചി നന്നായി വറുത്തെടുക്കാം. ഇഞ്ചി ഒന്ന് മൊരിഞ്ഞ് വരുന്നു കാണുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് അതും നന്നായി മൊരിയിച്ചെടുക്കാം. ഇത് മൊരിയിച്ചിട്ട് ഇതൊക്കെ പേസ്റ്റ് ആവാനുള്ളത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമ്മുടെ പനീർ മാത്രം നല്ല ഭംഗിയിൽ കട്ട് ചെയ്യാം, നമുക്ക് കഴിക്കുമ്പോൾ ഇത്തിരി സ്റ്റൈൽ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് അവക്കാഡോ ഓയിൽ ഒഴിക്കുന്നുണ്ട്. കുറേ ആയി ബട്ടർ ഒഴിക്കണം, അപ്പോൾ ഞാൻ കുറച്ച് അവക്കാഡോ ഓയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം. ഒന്ന് എന്താ പറയുക, ഒരു ഗോൾഡൻ കളറിൽ വരുമ്പോൾ, വെളുത്തുള്ളി ഗോൾഡൻ കളറിൽ വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഒണിയനാണ് ആഡ് ചെയ്യണത്. ഒണിയൻ ആഡ് ചെയ്യണം. കുറച്ച് നേരം കഴിയുമ്പോൾ വരും കേട്ടോ വീഡിയോയിൽ. ഞാൻ ഇത്തിരി ഫാസ്റ്റായി പോയി. ഓക്കെ, അതെ, ഒണിയൻ ഇട്ടു. ഞാൻ ഒരു ഒണിയൻ ആട്ടോ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഒണിയൻ്റെ ചോക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു ഒണിയൻ ചോപ്പ് ചെയ്തത്. അതും നന്നായി ഒന്ന് വഴറ്റണം. വഴറ്റുമ്പോൾ നമുക്ക് സോൾട്ട് ഇടുന്നൊരു ടിപ്പ് കേട്ടിട്ടില്ലേ? സോൾട്ട് ഇട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളി മുരിഞ്ഞു വരും. അപ്പോൾ അതും ഉപ്പുമിട്ടിട്ട് നന്നായി ചെറപ്ര ഇളക്കുക കേട്ടോ. ഇതിൽ നമ്മളാകെ 2 പൊടികളെ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് മുളക് പൊടിയും, രണ്ടാമത് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഉപ്പ്. ഓഫ് കോഴ്സ് ഉപ്പ് വേണം. ഈ 2 പൊടി ഉപയോഗിക്കുന്നുള്ളൂ. ഞാനിതിൽ ചെറുതായി ഗരം മസാല കാണിക്കുന്നുണ്ട്. ഗരം മസാല ഇടുന്നില്ല, എനിക്കതൊരു തെറ്റ് പറ്റിപ്പോയതാണ്. അത് ഞാൻ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ അത് വരും, ആ വീഡിയോയിൽ വരും. അപ്പോൾ നമ്മളിതേ ഈ 2 പൊടികളാട്ടോ ഇടുന്നത്. ആവശ്യത്തിനുള്ള പൊടി, ഗരം മസാല ഇടില്ല കേട്ടോ. അയ്യോ, അതെനിക്ക് തെറ്റുപറ്റി. അപ്പോൾ ഞാൻ അതിന് പകരം ഗരം മസാലയ്ക്ക് പകരം ആകെ നമുക്ക് അതിലത്തെ പട്ടയും കറിയാവുമ്പോൾ മാത്രം മതി. അത് ആദ്യം തന്നെ അതായിരുന്നു വറുത്തെടുക്കേണ്ടത്, ഇഞ്ചി ഇടുന്നതിനേക്കാൾ മുമ്പേ. പക്ഷെ അത് ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കറുകപ്പട്ടയും കരയാമ്പും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിയണം. അത് നമ്മളിങ്ങനെ മിക്സിയിലടിക്കുമ്പോൾ അതൊന്ന് അരഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തിട്ട് നമ്മുടെ ആ പാനിൽ തന്നെ ഇടുന്നു കേട്ടോ, വേറെ ഒന്നും എക്സ്ട്രാ ഇടുന്നില്ല. എന്നിട്ട് ഇതൊക്കെ നന്നായി വഴറ്റിയിട്ട് ഇത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുന്നത്. മുളക് പൊടി ഒരു കുറച്ച് എൻ്റെ കൈക്കണക്കാണ്, ഒരു പിടിയല്ല, ഒരു നുള്ള്. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അതിട്ടിട്ട് നന്നായി അതും മൊരിഞ്ഞ് നന്നായി ഒന്ന് സെറ്റാവണം. ഇനി ഇതിലേക്ക് നമുക്ക് ആകെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ, തക്കാളി. ഞാനിവിടെ 4 തക്കാളി എടുത്തു, കാരണം എനിക്ക് പീസിനേക്കാളും കൂടുതൽ ഇഷ്ടം ഗ്രേവിയാണ്. അപ്പോൾ തക്കാളി ഇടുമ്പോഴാണ് ഗ്രേവി കൂടുതലുണ്ടാവുക. ഞാൻ 4 തക്കാളി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പനീർ ഇട്ട് വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നു, അതും കുറച്ച് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഉടയണം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണ വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇളക്കി കൊടുക്കുകയോ തീ ഒന്ന് കൂട്ടി കൊടുത്താൽ സംഭവം പെർഫെക്റ്റ് ആയിട്ട് വരും. നമുക്ക് ഈ സമയത്ത് നമ്മുടെ കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതും ഇടാം കേട്ടോ. ഞാനത് ഇടാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയായിരുന്നു. അതും നമുക്കിടാം. അതെ, ഞാൻ ആ കാഷ്യൊക്കെ കണ്ടൊക്കെ എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് തണുപ്പാറി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ ഇതേപോലെ ഞങ്ങൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഒഴിച്ച് വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഒഴിക്കുന്നത്. അതിൽ ചാറ് മാത്രമേ ഉണ്ടാവുള്ളൂ. പീസും ഈ തക്കാളിയും ചുവന്നുള്ളിയൊക്കെ എടുത്തായിരുന്നു, വെളുത്തുള്ളിയൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിലേക്ക് തന്നെ ബാക്കി ചാറായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നു. ആ പാനിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുന്നു. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പനീർ ഇടുന്നു, മല്ലിയില ഇടുന്നു, കസ്തൂരി മേത്തി ഉണക്കിയതാട്ടോ, അത് നമ്മൾ കയ്യിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് അതും ഇടുന്നു. എന്ത് മണമെന്ന് പറയാം എൻ്റെ സാറേ, അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്യണേ എല്ലാവരും.